ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പാഷൻ ഫ്രൂട്ട് കൊണ്ടാണ് ഇന്ന് ഞാൻ പുഡിങ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണല്ലോ പാഷൻ ഫ്രൂട്ട്. ഇപ്പോൾ പല വീടുകളിലും പാഷൻ ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് എങ്ങനെയാണ് പുഡിങ് ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം. പാഷൻ ഫ്രൂട്ട് കൊണ്ട് പുഡിങ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാനിതാ 4 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാമ്പുണ്ടല്ലോ, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ആ കുരു ഒന്നും ഒഴിവാക്കിയിട്ടില്ല, ആ കുരുവോടുക്ക് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ എന്താ ഒരു സോസ് പാനിൽ 20 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഞാൻ 1 ലിറ്റർ പാലുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 20 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഇനി ഈ ചൈന ഗ്രാസ് ഒന്ന് സോക്കാവാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാഷൻ ഫ്രൂട്ട് ഒന്ന് വിളയിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിതൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ആ പൾപ്പുണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പാഷൻ ഫ്രൂട്ടിൻ്റെ പുളിക്കനുസരിച്ച് വേണം നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പാഷൻ ഫ്രൂട്ട് നന്നായിട്ട് തന്നെ വിളയിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പാലിലേക്ക് ഒഴിക്കുമ്പോൾ പിരിഞ്ഞു പോകും. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റോളം ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വറ്റി വരണം. ഇപ്പോൾ ഇതാ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഈ ഒരു മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇത് നമുക്ക് ഫ്ലെയിമിൽ നിന്ന് എടുത്ത് മാറ്റാം. ഫ്ലെയിമിലേക്ക് ഇനി 1 ലിറ്റർ പാല് നമ്മളൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കണം. പാല് ചൂടായി വരുന്ന സമയം തന്നെ നമുക്ക് ചൈന ഗ്രാസും കൂടി മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസാണിത്. ഇതും കൂടി ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തെടുക്കാം. പാലിപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ടും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രം ആഡ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു പുഡിങ് തണുപ്പിച്ചിട്ടാണല്ലോ കഴിക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് മധുരം കൂട്ടിയിട്ട് തന്നെ നമ്മൾ ഇടണം. ഇപ്പോൾ ഇതാ പാലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. പാൽ തിളക്കേണ്ട ആവശ്യമില്ല, ചൂടായാൽ മതി. ആ ഒരു സമയം തന്നെ നമ്മളിവിടെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ചൈന ഗ്രാസ് നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചൈന ഗ്രാസ് നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ മിക്സ് ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഫ്ലെയിമിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്.
ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ പാലിൻ്റെ മിക്സ് ഏകദേശം ചൂടാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു പൾപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. പാഷൻ ഫ്രൂട്ട് ഞാൻ 4 പാഷൻ ഫ്രൂട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ആ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ എണ്ണമൊക്കെ കൂട്ടാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനിയൊരു പുഡിംഗ് ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനൊരു ഫസ്റ്റ് ലെയർ ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലുള്ള ബബിൾസൊക്കെ നമുക്ക് എടുത്തു മാറ്റാം. ഇനി ഈ ഫസ്റ്റ് ലെയർ നമുക്കൊന്ന് സെറ്റാകാൻ വേണ്ടി വെക്കണം. ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് സെറ്റായതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് ലെയർ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലെയർ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ നേരത്തെ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാഷൻ ഫ്രൂട്ട് വിളയിച്ചതുണ്ടല്ലോ അതിലേക്ക് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ വിളയിച്ചെടുക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ കുറച്ചുകൂടെ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ വിളയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വിളയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മധുരം ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വരണം. ഈ ഒരു സമയം ഞാൻ 3 ഗ്രാം ചൈന ഗ്രാസ് ഞാൻ വേറൊരു സോസ് പാനിൽ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചിട്ടാണ് ഈ ഒരു പുഡിംഗ് ഈ ഒരു ലെയർ നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന 3 ഗ്രാം ചൈന ഗ്രാസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് ലെയറും ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ യമ്മി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള പാഷൻ ഫ്രൂട്ട് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. സോ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.